ഇവർക്ക് ഫ്രസ്ട്രേഷനാണ്. ഇവർക്ക് ഉള്ളിലുള്ള മോഹം, സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ബിക്കോസ് ഇവരെ ഉള്ളിലുള്ള മോഹം തീർക്കാൻ ഇവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നല്ല പ്രായത്തിൽ മറ്റേ കല്ലേറും അടിയും കൊണ്ട് റോഡിൽ കിടക്കുക, അധികാരത്തിന് വേണ്ടി യുനോ റൺ ഇൻ യുവർ ബോക്സേഴ്സ് ഓർ യുവർ അണ്ടർവെയർ ആൻഡ് യുനോ ആ സമയം മൊത്തം അങ്ങനെ പോയി. പിന്നെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം എല്ലാ പെമ്പിള്ളരും മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വീഴുമെന്നാണ്. അങ്ങനെ വീഴും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ്, സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എക്സ്പോസ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിനകത്ത് 2 പാർട്ടായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. ഇനി ഒരു 3ാമത്തെ പാർട്ടും കൂടി വരാനുണ്ട്. അതിലെ 2ാമത്തെ പാർട്ടിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് കണ്ടന്റ് ആക്കുന്നത്. തുടക്കത്തിലുള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ നാളെ മുതലേ കണ്ടന്റ് ആക്കുകയുള്ളൂ. അതിനകത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ഈ ഒരു പാർട്ടിനകത്തുള്ളത് മുൻ സ്പീക്കർക്കെതിരെയും അതേപോലെ തന്നെ ഒരു മുൻ മന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണമാണ്. അതായത് സ്വർണ്ണക്കടത്ത് കേസ് നടക്കുന്ന ടൈമിലെ സ്പീക്കർക്കെതിരെയും അതേപോലെ തന്നെ ആ ടൈമിലെ ഒരു മന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. ദൈവം സഹായിച്ച് ഇപ്പോൾ ഈ 2 പേരും ജനപ്രതിനിധികളല്ല. ജനങ്ങൾക്ക് അവരുടെ സേവനം നന്നേ ബോധിച്ചു, അത് കാരണം വീട്ടിൽ ഇരുത്തിയിരിക്കുകയാണ്. എന്നാലും നമുക്ക് സ്വപ്ന സുരേഷിന്റെ ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇവരൊക്കെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിരുന്നു അല്ലേ? സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവര് അഡ്വാൻസസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനോട് നമ്മള് വഴങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യം. കുറെ മന്ത്രിമാരുടെ പേരുകൾ ഇങ്ങനെ അലിഗേഷൻ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ എന്താ യാഥാർത്ഥ്യം? ഞാൻ പറഞ്ഞ തന്നെയാണ് യാഥാർത്ഥ്യം. ഐ മീൻ ചാറ്റുകള്, എന്തോ പറയുക, പിന്നെ ഫോട്ടോസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളെന്ന്. എനിക്ക് ഒരിക്കലും രഹസ്യമായിട്ട് അവരെ റൂമിൽ കയറി ഫോട്ടോ എടുക്കാനോ അവരുടെ കൂടെ പേഴ്സണൽ അവരുടെ ഒഫീഷ്യൽ ഭവനത്തിൽ കയറാനോ അങ്ങനത്തെ ആക്സസ് ഒന്നും അവർ തരാതെ പറ്റില്ലല്ലോ. തീർച്ചയായും. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ നമ്മളെ മുമ്പിലുണ്ട്. അവരെയൊക്കെ മാക്സിമം ഇവരെയൊക്കെ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കാനുള്ള എല്ലാ വകുപ്പുകളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. വന്ന വാർത്തകൾ പ്രകാരം കേരളത്തിന്റെ ആരാധ്യനായ സ്പീക്കർ, അത് വലിയൊരു പദവിയാണ്. ആ സ്പീക്കർ സ്ഥാനത്തിരുന്ന ആളെ പോലും ഇങ്ങനെ അലിഗേഷനിൽ കേട്ടു എന്നുള്ളതാണ്. അലിഗേഷനിൽ കേൾക്കല്ലോ പുള്ളിക്കാരൻ. I never wanted to say anything about all this because they made advances. അവര് അപ്രോച്ച് ചെയ്തു എന്നുള്ളത് സത്യമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് ജയിലിൽ കടന്ന ശേഷം തിരിച്ചു വന്ന ടൈമിലാണ് ഈ ഒരു പ്രസ് മീറ്റ് നടന്നത്. ആ പ്രസ് മീറ്റിനകത്താണ് അന്നത്തെ സ്പീക്കർക്കെതിരെയും അതേപോലെ മന്ത്രിക്കെതിരെയുള്ള ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതുകൂടാതെ അന്ന് മന്ത്രിയും സ്പീക്കറും ഇവർക്ക് അയച്ച മെസ്സേജുകൾ ഉൾപ്പെടെ ഇവരന്ന് കാണിച്ചിരുന്നു. എന്നാലും പിന്നീട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആരും അധികം ചർച്ച ചെയ്തില്ല. അതെന്താണ് എന്ന് എനിക്ക് അറിയില്ല. ഒരുപക്ഷെ ഈ ഒരു കേസും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാവാം. എന്നാലും ഈ 2 വ്യക്തികളെ ഇപ്പോൾ ജനത്തിന് വാഴ്ത്തു. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ എന്ന പേരിൽ ഇനി ജനത്തെ സേവിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് ദൈവം സഹായിച്ച് നമ്മുടെ നാട്ടിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ നൽകിയിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ മലയാളിയെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം പെണ്ണിനും പണത്തിനും വേണ്ടി വന്നാൽ മന്ത്രിസഭ പോലും ഇവർ മറിച്ചിടാൻ തയ്യാറായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അതിന് വഴങ്ങണോ വേണ്ടെന്നുള്ളത് അത് എന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലേ. ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്കറിയാം എവിടെ ലൈൻ വരയ്ക്കണം, എവിടെ നിർത്തണം. ആ ലൈൻ വരയ്ക്കുന്നു, ഞാൻ അവിടെ തന്നെ നിർത്തുന്നു. പിന്നെ ഈ മറ്റേ ഐസ്ക്രീം കാണുമ്പോ ഇങ്ങനെ ഇവിടെ നിന്ന് ഒലിക്കുന്ന കുട്ടിയെ പോലെ അവിടെ നിന്നെന്നും പറഞ്ഞ എനിക്കൊന്നും അതെന്തുകൊണ്ടാണ് കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനായിട്ട് വരുമ്പോ അതിന് അവൾക്ക് അതിന് പിന്നിൽ അവരുടെ ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷൻ ആയിരിക്കാം, എന്തോ അവർ ജോലിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം അവരെ ചൂഷണം ചെയ്യണമെന്ന് ഇപ്പോൾ പൊളിറ്റിക്സിൽ മാത്രമല്ല അതുള്ളത്, എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷെ എങ്കിലും ഇവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ. ഒരു പെൺകുട്ടിയെ കാണുമ്പം ഇത് ഇവരുടെ കുഴപ്പമല്ല. കാര്യം എന്താണെന്നറിയാം, ഇവർക്ക് ഫ്രീഡം ഇല്ല, ഇവർക്ക് ഫ്രസ്ട്രേഷനാണ്. ഇവർക്ക്
ഉള്ളിലുള്ള സെക്ഷൽ മോഹം, ഫ്രസ്ട്രേഷൻ. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ബിക്കോസ് ഇവരെ ഉള്ളിലുള്ള മോഹം തീർക്കാൻ ഇവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നല്ല പ്രായത്തിൽ മറ്റേ കല്ലേറും അടിയും കൊണ്ട് റോഡിൽ കിടക്കുക, അധികാരത്തിന് വേണ്ടി യുനോ റൺ ഇൻ യുവർ ബോക്സേഴ്സ് ഓർ യുവർ അണ്ടർവെയർ ആൻഡ് യുനോ ആ സമയം മൊത്തം അങ്ങനെ പോയി. പിന്നെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം എല്ലാ പെമ്പിള്ളരും മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വീഴുമെന്നാണ്. അങ്ങനെ വീഴുന്നവരുണ്ടാവും. പക്ഷെ ഈ ഉള്ളിൽ കിടക്കുന്ന സെക്ഷൽ ഫയർ ഇല്ലേ, അതെവിടെ കൊണ്ടുപോയി അണയ്ക്കണം? അപ്പം ഇന്നാരൊന്നുമില്ല, പ്രായമൊന്നുമില്ല, എന്തിനോ എൻ്റെ മുമ്പേ വന്ന് ഞാൻ അവരെ എങ്ങനെ എനിക്ക് ഏത് രീതിയിൽ അവരെ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് കുഡ് ബി ബിസിനസ് അല്ലെങ്കിൽ സെക്ഷൽ ഓർ വാട്ട് എവർ. അതൊരു തരം ഫ്രസ്ട്രേഷനാണ്. അത് കേരളത്തിലെ ആണുങ്ങൾക്ക് കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. സോ ഇതാണ് സ്വപ്ന സുരേഷ് പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് നമ്മുടെ മലയാളികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്. നമ്മുടെ ജനപ്രതിനിധികളെ നമ്മളെല്ലാവരും എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും ശരി, നമ്മൾ പൊതുജനമാണെങ്കിലും ശരി, ഇവരെല്ലാം നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജനപ്രതിനിധികൾക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസികൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്ക് അവർക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലും എവിടെ പോകാൻ പറ്റില്ല. ഈ അടുത്ത രാഹുൽ ഗാന്ധിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയും 2 കുട്ടികളുമായിട്ട് നിൽക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ രഹസ്യ ഭാര്യയും മക്കളുമാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. മേ ബി അത് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്താണെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക് എടുക്കാതിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി പട്ടായയ്ക്ക് പോകുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന് പോലും അറിയില്ല. പലപ്പോഴും SPG പോലും കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ ഒന്നും തന്നെ ഞങ്ങൾ അറിയിക്കാറില്ല. ഇദ്ദേഹം തോന്നുന്ന സമയത്തെല്ലാം ഈ പറയുന്ന പട്ടായക്കും തായ്ലാൻഡിനും എല്ലാം പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ മീഡിയാസും ക്യാമറ കണ്ണുകളും അദ്ദേഹത്തിന് പിന്നാലെ മിക്കവാറും എത്താറുമുണ്ട്. അദ്ദേഹം ഒരു ചൈനീസ് ഏജന്റുമായിട്ട് ഒരു ബാറിൽ നിൽക്കുന്ന ചിത്രമൊക്കെ ഇതിന് മുൻപ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള പൊതുപ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് കുൽസിത പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ അടുത്ത് സഹായം ചോദിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് പോകും. ചില സ്ത്രീകൾ അതിനെ കൃത്യമായിട്ട് മുതലെടുക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഹണി ട്രാപ്പിൽ പെടുത്തുകയും ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് നാണം കിട്ട് മന്ത്രി രാജിവെക്കും. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാവും. അതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇതിന് മുൻപും നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരള രാഷ്ട്രീയവും പെണ്ണ് കേസും തമ്മിൽ നല്ല അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മുടെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന 2 ശക്തികളാണ്. ഒന്ന് മദ്യം, മറ്റൊന്ന് പെണ്ണ്. ഈ 2 വിവാദങ്ങളും ഇല്ലാതെ നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രിസഭയിൽ ഇന്നേ വരെ ഭരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഐസ്ക്രീം പാർലർ കേസ് ആയിക്കോട്ടെ, കിളിരൂര് കേസ് ആയിക്കോട്ടെ, കവിയൂര് കേസ് ആയിക്കോട്ടെ, സൂര്യനെല്ലി ആയിക്കോട്ടെ, നമ്മുടെ കേരളത്തിലെ പ്രമാദമായിട്ടുള്ള പല പീഡന കേസുകൾ നിങ്ങളൊന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ അതിനകത്തെല്ലാം തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട്. അതേപോലെ പല രാഷ്ട്രീയ നേതാക്കളെയും പല പെണ്ണുങ്ങളുടെയും ബെഡ്റൂമിൽ നിന്ന് പൊക്കിയ ചരിത്രവുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഈ ഒരു സംഭവം ആദ്യത്തെ പ്രതിഭാസമല്ല. അതായത് ബാക്കിയും നമുക്ക് കാണാം. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഇവിടെ നമ്മളുടെ സൊസൈറ്റിയിൽ അത്രയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ആണല്ലോ ഇവർക്കൊക്കെ. പിന്നെ ഏത് മൊബൈലിൽ ഏത് ക്യാമറ എപ്പോൾ ഓൺ ആവും, എപ്പം ട്രോള് വരും, എപ്പോൾ എങ്ങനെ വരും എന്ന് പറയാൻ അറിഞ്ഞൂടാത്ത അവസ്ഥയായതുകൊണ്ട് ഇതെല്ലാം ഉള്ളിലൊതുക്കി പണ്ടാരം അടങ്ങണോണ്ടേ. എന്നിട്ട് ഉള്ളിൽ ഒതുക്കി കൊണ്ട് പുറത്തേക്ക് വിടുന്നത് എവിടെയാ? ഇതുപോലെ നമ്മളെ പോലെയുള്ളവർ വരുമ്പോഴത്തേക്കും ഇതങ്ങ് പൊട്ടും. ഈ ഡാം പൊട്ടി ഒലിയുമ്പോഴത്തേക്കും സം പീപ്പിൾ വിൽ ഫോൾ ഫോർ ഇറ്റ്. എന്നെ പോലെ ചില റെയർ കേസുകൾ എന്തുവാ, നമ്മൾ ഇതുപോലത്തെ കിളവന്മാരല്ലല്ലോ കണ്ടു വളർന്നിട്ടുള്ളത്. യു നോ ദ എന്തുവാ സൗന്ദര്യം ഓഫ് ദ UAE ബോയ്സ് ആൻഡ് മെൻ, റൈറ്റ്? അവിടെയൊന്നും തെറ്റിപ്പോവാത്തുന്ന എന്നെ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഈ കിളവന്മാരുടെ അടുത്ത് വാട്ട് യു വിൽ ഫീൽ? പട്ടിപ്പുച്ഛം, അതാണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. പട്ടിപ്പുച്ഛമാണ് ഇവർക്ക് ഈ നാട്ടിലുള്ള ജനപ്രതിനിധികളോട്. അതെന്ത് കാര്യമില്ല, കയ്യിലിരിപ്പ് തന്നാകണം. ഒരു ഈർക്കിരിയെ തുണി ചുറ്റി കഴിഞ്ഞാൽ അത് പെണ്ണാന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് പോകുന്ന കുറെ അധികം ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു MLA ക്കെതിരെ, അതും നിലവിൽ ഭരണപക്ഷത്തുള്ള
മുന്നണിയുടെ ഭാഗമായിട്ട് പാലക്കാട് നിന്ന് ജയിച്ച ഒരു MLA-ക്കെതിരെ ഉണ്ടായ അലിഗേഷൻസ് നമ്മുടെ കേരളം ഈ സമീപകാലത്ത് ഇത്രയും അധികം കോൺട്രവേഴ്സി ആയിട്ട് ചർച്ച ചെയ്ത ഒരു പെണ്ണ് കേസ് വേറെയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പട്ടിപുച്ഛം യുവന്മാരോടൊക്കെ പുലർത്തുക, അത് മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയായിട്ടുള്ളൂ. ഇറ്റ് ഇസ് ജസ്റ്റ് എ ബ്ലഡി 2 minute സാറ്റിസ്ഫാക്ഷൻ. അതിനു വേണ്ടിയിട്ട് മന്ത്രിസഭ വരെ വീഴ്ത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ടിപ്പിക്കൽ ഓൾഡ് ഏജ് ഫൂൾസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല, മാമായിട്ട് അലിഗേഷൻ കേട്ടതിൽ ഒരാളുടെ വോയിസ് ക്ലിപ്പൊക്കെ അന്ന് ലീക്കായിരുന്നു, വേറൊരു ആള് വെച്ചിട്ട്. ഇപ്പൊ ആളിപ്പോ MLA സ്ഥാനം ഇല്ലാതെ വീട്ടിലായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിൽ അലിഗേഷൻ വന്ന് എല്ലാവരും വീട്ടിലാണ്. എല്ലാവരും സ്വസ്ഥതയോടെ വീട്ടിൽ ഇരിക്കുന്നു. ബിക്കോസ് അവർ വീട്ടിൽ തന്നെ ഇരിക്കണം. കഴക്കൂറ്റത്ത് MLA ആയിട്ട് പുള്ളിക്കാരൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളാരുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? രണ്ടുവട്ടം ജയിച്ചതാണല്ലോ. അപ്പൊ അപ്പൊ ആർക്കൊക്കെ അതെങ്ങനെ എന്തൊക്കെ ജയിച്ചത്? അപ്പൊ നഷ്ടമായി അവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടല്ലേ ആളിനെ? ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി, നമ്മളുടെ അമ്മമാര്, നമ്മളുടെ സഹോദരിമാര്, നമ്മളുടെ പെൺമക്കളൊന്നും സേഫ് അല്ല. യുനോ വാട്ട്, പണ്ടത്തെ സിനിമയിലെ TJ രവിയെ പോലെ ആയിപ്പോയി ഇയാള്. ശരിക്കും That's what I said. He is really frustrated in life. What does he want? He wants money and females. കഴക്കൂട്ട MLA ആയിരുന്ന വ്യക്തി ഈ ഒരു കാര്യത്തിൽ പുലിയാണെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. എന്നാൽ ഇതിനകത്തൊക്കെ സത്യം പുറത്ത് പറഞ്ഞു കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഭരിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇവരൊക്കെ ഇമാതിരി കണ്ണതിരിവ് കാണിക്കുകയും ചെയ്യും. എന്നിട്ട് സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഘോര കവലപ്രസംഗം നടത്തുകയും ചെയ്യും. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തെറ്റുകാരാണെങ്കിൽ ഇവന്മാര് വീട്ടിൽ തന്നെ ഇരിക്കണം. എന്നേക്കുമായിട്ട് ഇവന്മാരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറാണ്. ഇല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ധാരാളം സ്ത്രീകളുടെ ജീവിതം വെച്ച് ഇവന്മാര് കളിക്കും. അത് നിങ്ങളെല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് രാഷ്ട്രീയം പലതായിരിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് ഈ നാട്ടിലെ ഓരോ പെണ്ണിന്റെയും മാനത്തിന് ഉള്ള വില. ആ കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കുക. അത്ര മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.